അസ്സലാമലൈക്കും ഹായ് ഗായ്സ്. അപ്പോൾ നമുക്കൊരു ചിക്കൻ തവ ബർഗർ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് 250 ഗ്രാം ചിക്കനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ചിക്കൻ സ്പൈസ് പൗഡർ, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചിക്കനെ മാരിനേറ്റ് ചെയ്യാം. നമുക്ക് നന്നായി മിക്സ് ആക്കാം കേട്ടോ. ഞാൻ മാരിനേറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഫ്രൈ ചെയ്യാം. നമുക്ക് ഫ്ലെയിം വേണം കേട്ടോ. ഞാൻ ചൂടായി വന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ വെച്ചെടുക്കാം. ചിക്കൻ ഇട്ടെടുക്കാം. ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ. നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ 2 വലിയ സവാള, 2 അല്ലി വെളുത്തുള്ളി, 1 ക്യാപ്സിക്കം, 1 വലിയ തക്കാളിയാണ് കേട്ടോ. നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. ഈ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ആയി വരട്ടെ കേട്ടോ. അതുവരെ മിക്സ് ചെയ്യാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. മസാലപ്പൊടിയായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കേട്ടോ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് ഒറിഗാനോ, ബോയിൽ ചെയ്ത പൊട്ടാറ്റോസ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ആക്കി കൊടുക്കേ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ വേറെ പാൻ എടുത്തിട്ടുള്ളത് കാരണം മറ്റേ പാൻ ചെറുതായിരുന്നു കേട്ടോ. പിന്നെ മിക്സ് ആക്കാനും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് വേറെ പാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബർഗറിൻ്റെ ഫില്ലിങ് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊരു സോസ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സോസിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ഇടാം കേട്ടോ. നമുക്ക് നമ്മൾ നേരത്തെ വെച്ച ഫില്ലിങ് ആക്കാം കേട്ടോ. ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് മറ്റതിലും ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യമേ ബർഗർ ചീസ് വെക്കാം. ഇനി കുറച്ച് മോട്ട്സറല്ല കേട്ടോ. ഒക്കെ ഫില്ല് ചെയ്യണം കേട്ടോ. നമുക്ക് കുറച്ച് ഓയിൽ മതി കേട്ടോ. കുറച്ച് ബട്ടറും കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കസൂരി മേത്തി ഇടാം. നമ്മുടെ ബർഗർ ഒന്ന് വെക്കുന്നുണ്ട്. ഒന്ന് റെഡി ആയി വരട്ടെ കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മളുടെ ചിക്കൻ തവ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ചിക്കൻ തവ ബർഗർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.